അപ്പൊ എന്തോ കഴിഞ്ഞ ദിവസം നമ്മള് കല്യാണത്തിന് പോയില്ലേ? അപ്പൊ ഒരു അങ്കിളിനോട് സംസാരിച്ചില്ലേ? അപ്പൊ അങ്കിളിന്റെ മുതൽ ചമ്മൽ ഉണ്ടായിരുന്നില്ലേ? അതെന്താ അങ്ങനെ ചമ്മി അവിടെ നിന്നേ? ആ അങ്കിളിന്റെ മകന് ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങും, ഒരു വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കും. പിന്നെന്താ ഈ മഴയത്ത് കോട്ടൊക്കെ ഇട്ട് റെയിൻ കോട്ടൊക്കെ വലിച്ചു കയറ്റി അടുത്ത വീട്ടിലേക്ക് പോകും. തണുത്ത് വിറച്ച് ഇങ്ങനെ പോയി ട്യൂഷൻ എടുക്കുക. അപ്പോൾ ചില വീട്ടിൽ നിന്ന് ചായ തരും, ചില വീട്ടിൽ നിന്ന് കുറച്ച് വൈകിയേ തരുള്ളൂ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെ ഈ തണുത്ത് വിറച്ച് ഈ അങ്കിളിൻ്റെ വീട്ടിൽ കുറച്ച് കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് ഞാൻ പോയിട്ട് അങ്കിളിൻ്റെ മകനെ പഠിപ്പിച്ചു. പക്ഷെ അങ്കിൾ എനിക്ക് ട്യൂഷൻ ഫീസ് തന്നില്ല. 2-3 പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോയി പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഈ അങ്കിളിൻ്റെ ഭാര്യ അകത്തുനിന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. ആ മഴയത്ത് നനഞ്ഞ് അദ്ദേഹത്തിന് ജീവിക്കാനൊരു മാർഗത്തിന് വേണ്ടി വന്നതല്ല, പൈസ കൊടുക്കുമെന്ന് പറയും. പക്ഷെ അങ്കിള് തരില്ല. നാളെ തരാം പാറക്കല്ലേൽ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഞാൻ ചൊല്ലുന്നില്ല അത്. അങ്ങനെ പറഞ്ഞ് എന്നെ പറ്റിച്ചു. ഇപ്പോൾ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്കിൾ ഉണ്ടാവും നല്ല വില കൂടിയ ഷർട്ടും വില കൂടിയ കാറും മുണ്ടും ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു കടം ആണ് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അങ്കിളിന് കഴിയാതെ പോകുന്നത്. അങ്ങനെ വേറൊരു അങ്കിളും കൂടെ ഉണ്ട് മോനെ. ഞാൻ ഡെലിവറി ബോയ് ആയി പോയതാ അവരുടെ കമ്പനിയിൽ. ഒരു മാസത്തോളം ഞാൻ 50, 60, 70 കിലോ ഉള്ള സാധനങ്ങൾ ബത്തേരി, മീനങ്ങാടി, അങ്ങനെ വയനാട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലെ കടകളിലേക്ക് ചുമന്നു കൊണ്ട് കൊടുത്തു ഞാൻ. പക്ഷെ ആ അങ്കിളും ഇതുപോലെ പറ്റിച്ച് കൂലി തന്നില്ല. ഇന്നും ചില ഫംഗ്ഷനിലൊക്കെ ആ അങ്കിളിനെ ഞാൻ കാണും. എന്നെ കാണുമ്പോൾ ആ പഴയ കുറ്റബോധം ഉണ്ടല്ലോ, കണ്ണിൽ നോക്കി സംസാരിക്കില്ല, തല താഴ്ത്തി പോകും. അധ്വാനിക്കുന്നതിന് കൂലി കൊടുക്കണം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാ, വരമ്പത്ത് കൂലി കൊടുക്കാനുണ്ടെങ്കിലേ ഒരു പണിക്കാരനെ വിളിക്കാവൂ എന്ന്. ഒരിക്കൽ പോലും അധ്വാനിക്കുന്നവൻ്റെ കൂലി പിടിച്ചു വയ്ക്കരുത്. നാളെ അതിന് കണക്ക് പറയേണ്ടി വരും. ഹാപ്പി